കേരള കോൺഗ്രസിൽ സർവത്ര ആശയക്കുഴപ്പം. റോഷിയുടെ പരാമർശങ്ങളിൽ അസ്വസ്ഥനായി ജോസ് കെ മാണി. റോഷി സൂപ്പർ ചെയർമാൻ ചമയുന്നുവെന്നും ആരോപണം. തർക്കങ്ങളിൽ UDF-നും പ്രതീക്ഷ. ഇറാനെ ലക്ഷ്യമിട്ട് രണ്ടാം പടക്കപ്പൽ അയച്ച അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക്. നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ദുരന്തർ സിനിമയുമായി ബന്ധപ്പെട്ട് രൺബീർ സിംഗിനുള്ള ഭീഷണി തുടരുന്നു. ഓഫീസും വീടും നിരീക്ഷണത്തിലെന്ന് ബിഷ്ണോയ് സംഘം. സംവിധായകൻ രോഹിത് ഷെട്ടിക്കും വധഭീഷണി. സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമോ? വിട്ടുപോയവർ മടങ്ങിവരണമെന്ന ജിഫ്രി തങ്ങളുടെ ആവശ്യത്തോട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എങ്ങനെ പ്രതികരിക്കും? AP വിഭാഗം സമസ്തയുടെ 100ാം വാർഷിക വിളംബര സമ്മേളനം കോട്ടക്കലിൽ. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലിൻ ഇനി 4 പേരിൽ ജീവിക്കും. 6 മാസം പ്രായമുള്ള കുഞ്ഞ് കരൾ സ്വീകരിച്ചു. തിരുവനന്തപുരം കിങ്സ് ആശുപത്രിയിൽ അതിസങ്കീർണ ശസ്ത്രക്രിയ. വൃക്ക 10 വയസ്സുള്ള കുട്ടിക്ക് നൽകും. അവയവങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് 3.5 മണിക്കൂർ കൊണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷം ബംഗ്ലാദേശിന്റെ അധികാരം ഇനി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക്. താരിഖ് റഹ്മാൻ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അധികാരമേൽക്കുമെന്ന് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് BNP. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെ പരിശോധനയും സാമ്പിൾ ശേഖരണവും പൂർത്തിയായി. SIT നടത്തിയത് 2 ദിവസത്തെ പരിശോധന. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയക്കും. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ പ്രതി വലയിലെന്ന് സൂചന. സൈനിക ക്യാമ്പിലുള്ള ആളെന്ന് വിവരം. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു.